യേശു 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലേക്ക് തന്റെ തലയിൽ മുൾക്കിരീടം ചൂടി കൈയും കാലും ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി, ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറപ്പെട്ടവനായി, അവന്റെ രോമങ്ങൾ മുഴുവൻ വലിച്ചു പറിക്കപ്പെടാൻ ഏൽപ്പിക്കപ്പെട്ടവനായി, മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടവനായി, മനുഷ്യൻ തുപ്പി നിന്ദിച്ച് സ്വയം നിന്നെ തന്നെ രക്ഷിക്കാമെന്ന് സകല ശാസ്ത്രിമാരും സകല മതനേതാക്കന്മാരും അവനെ പരിഹസിച്ചപ്പോൾ അറുക്കാനുള്ള ആടിനെ പോലെ മിണ്ടാതെ അവൻ കടന്നുപോയത് എന്തിനാണെന്നറിയാമോ? മനുഷ്യ, നിനക്ക് നഷ്ടപ്പെട്ട ആത്മാവിന്റെ ജീവൻ നിനക്ക് തിരികെ തരുവാൻ യേശു നിനക്ക് വേണ്ടി മരിക്കുകയായിരുന്നു. പാപത്തിന്റെ ശമ്പളം അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചിട്ട് ഇന്ന് രാത്രി പാപത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ ദൈവപുത്രനുള്ള വിശ്വാസത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതുകൊണ്ട് ഈ രക്ഷയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. ദൂതന്മാരെ സാക്ഷി നിർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നമ്മൾ എങ്ങനെ തെറ്റിയൊഴിയും? ഇത് വലിയ രക്ഷയാണ്.